ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്ക് ഇന്നെ നിങ്ങൾ മെയിൽ ഷോവനിസ്റ്റ് ആക്കിയാലും എനിക്ക് കുഴപ്പമില്ല, സ്ത്രീ വിരോധി ആക്കിയാലും എനിക്ക് കുഴപ്പമില്ല. ഒരാണെന്നുള്ള നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. സൊസൈറ്റിയിൽ എത്ര പേര് ഇതിനായിട്ട് കണക്റ്റ് ആവും, സപ്പോർട്ടൊന്നും വേണ്ട, അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി, മനസ്സിലാക്കിയാൽ മതി. ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക്, ഒരാണെന്നുള്ള നിലയ്ക്ക് ഈസി അല്ല ജീവിതം. ഭയങ്കര ടഫാണ്. അത് പറയുമ്പോൾ തന്നെ ഭയങ്കര ഹാർഡാണ്, ഭയങ്കര ഹെവിയാണ്. കാരണം എന്താ പറയുക, ഇങ്ങനെയൊന്നും തുറന്നു പറയാൻ പറ്റാത്തതാണ് ആണുങ്ങൾ ഏറ്റവും വലിയ പ്രശ്നം. ഞാനൊരാണാണ്, ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാണ് എൻ്റെ ജീവിതം ഭയങ്കര ടഫാണ്. അത് ഫിനാൻഷ്യലി ആയിരിക്കാം, ചിലപ്പോൾ ഫിസിക്കലി ആയിരിക്കാം, മെൻ്റലി ആയിരിക്കാം, വാട്ട് എവർ. ഞാൻ പറയുകയാണ്, 4 ആണുങ്ങളെ മുന്നിൽ നിന്ന് ഞാൻ പറയാം വളരെ പാടാണെന്ന് പറഞ്ഞാൽ കളിയാക്കലുകളും സിമ്പതിയോടുള്ള മുഖങ്ങളും അതിൻ്റെ ബാക്കിലുള്ള കളിയാക്കലുകളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരിക. റിജക്ഷൻ, ഒറ്റപ്പെടുത്തൽ. കാരണം അവനെന്തോ സീൻ പിടിച്ചിരിക്കുക, അവനെ നമുക്ക് എല്ലാം മാറ്റാം. ആണായിട്ട് ജീവിക്കാൻ ഭയങ്കര പാടാണ്. മനുഷ്യനായിട്ട് ജീവിക്കാനേ പാടാം, അതിലിപ്പോഴത്തെ കണ്ടീഷനിൽ ആണായിട്ട് ജീവിക്കാൻ ഭയങ്കര പാടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും, 38 വയസ്സുള്ള രഞ്ജിഷ് ബസ് കണ്ടക്ടറാണ്, കട്ടപ്പന ഇടുക്കി സ്വദേശി. രഞ്ജിഷ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തി. രഞ്ജിഷ് ഹോസ്പിറ്റലിലായിരുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ പോയി. ഈ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്താനുണ്ടായ കാരണം, ഈ വ്യക്തി കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണ്. ഈ വ്യക്തിക്കൊരു മകനുണ്ട്. 6 വർഷങ്ങൾക്ക് മുമ്പ് രഞ്ജിഷിൻ്റെ വൈഫ് അവർ എബ്രോഡ്, ദുബായിലേക്ക്, ഷാർജയിലേക്ക് പ്രിസൈസ്ലി അവർ ജോലിക്ക് വേണ്ടി പോയി. അവിടെ പോയ ആ ലേഡിക്ക് വേറൊരു വ്യക്തിയായിട്ടുണ്ടാവുന്നു. ആ റിലേഷനിൽ അവർ ഓക്കെ ആയി വന്നപ്പോഴത്തേക്ക് ഇവിടെ അച്ഛനും മകനും ഒറ്റപ്പെട്ടു പോയി. ആ റിലേഷൻ വീട്ടിലറിഞ്ഞു. അവർ നേരെ തിരിച്ച് നാട്ടിലേക്ക് എത്തി. കുട്ടിയെ വേണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോയി. അവരവരുടെ രഞ്ജിഷുമായിട്ടുള്ള ബന്ധം അവർ കട്ട് ചെയ്യുന്നു, അത് ഉപേക്ഷിക്കുന്നു. അങ്ങനെ കോടതിയിലേക്ക് പോയി. ഈ 3 മാസം മുമ്പ് നാട്ടിലെത്തിയ ഭാര്യ മകനെയും കൊണ്ട് പോയി. 6 വർഷം ഭാര്യയില്ലാത്തപ്പോൾ പൊന്നേ കരളെ ചക്കരയെന്ന് പറഞ്ഞ് നോക്കിയ മകനെയും നഷ്ടപ്പെട്ടു. ഭാര്യ ഇതേപോലെ വേറൊരാളുടെ ഒപ്പം പോയി. ഒരാണിൻ്റെ ജീവിതത്തിൽ പറ്റാവുന്ന ഏറ്റവും വലിയ ദുരന്തം, തകർച്ച എന്നൊക്കെ പറയുന്നതാണ്. ഒരു പക്ഷേ ഭാര്യ അങ്ങോട്ട് വേറൊരുത്തൻ്റെ ഒപ്പം പോയാലും അയാൾ പിടിച്ചു നിന്നിരുന്നു, മകനൊപ്പം ഉണ്ടെങ്കിൽ. ആ മകനെയും കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കി. ഈവൺ ഈ രഞ്ജിഷിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനടക്കം രഞ്ജിഷിൻ്റെ വീട്ടുകാർക്ക് ലീഗലി പോയി ഈ കുട്ടിയെ ഒരു 5 മണിക്കൂർ നേരത്തേക്ക് മാത്രമായിട്ട് കൊണ്ടുവന്ന് നിർത്തേണ്ട ഒരു അവസ്ഥയെ. ആണായിട്ട് ജീവിക്കുന്നത് ഈസിയാണോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക. ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ സീനാണ്. എനിക്ക് അധികം ഡീറ്റെയിൽസൊക്കെ ഈ ഓൺലൈനിൽ എഴുത്തിൽ നിന്നാണ് കിട്ടിയത്. ഒരു ലേഡി ചെയ്തൊരു വീഡിയോ എന്നാണ് ഞാൻ ആദ്യം ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നത്. ഈ ചേട്ടൻ കുമളിയിലെ ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറായിരുന്നു. ഇന്ന് ഈ ചേട്ടൻ ജീവനോടില്ല. ചേട്ടൻ സൂയിസൈഡ് ചെയ്തു. അപ്പൊ ഈ ചേട്ടൻ എന്തിനാ സൂയിസൈഡ് ചെയ്ത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് കുറച്ച് മുമ്പ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. ഇന്നത്തെ ദിവസം മൊത്തം സോഷ്യൽ മീഡിയയില് ഈ ചേട്ടന്റെ സൂയിസൈഡിനെ പറ്റിയുള്ള വീഡിയോസ്, ഫോട്ടോസ്, ഈ ചേട്ടന്റെ ഈ നിഷ്കളങ്കമായ മുഖം, ചിരി, ഇതൊക്കെ തന്നെ രാവിലെ മുതൽ കാണുന്നത്. അപ്പൊ ഞാനും എന്തിനാ ഈ ചേട്ടൻ സൂയിസൈഡ് ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് പോയപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ അറിയാനാവുന്നത്. എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി. കാരണം ഈ ചേട്ടൻ സ്നേഹിച്ചൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു 2 വർഷത്തിന് ശേഷം ഇവർക്കൊരു കുഞ്ഞുണ്ടായി. എന്നിട്ട് ഈ പെണ്ണ് ജോലിക്കായിട്ട് ഗൾഫിലോട്ട് പോയി. ഗൾഫിലോട്ട് പോയ സമയത്ത് അവിടെ വെച്ച് ഇവർക്കൊരു റിലേഷൻ ഉണ്ടാവുകയും അവർ ലിവിങ് ടുഗദർ ആയിട്ട് നിൽക്കുകയും ചെയ്തു. അന്ന് മുതൽ ഈ ചേട്ടൻ കല്യാണം കഴിച്ച് കുഞ്ഞുണ്ടായി. അന്ന് മുതൽ ഈ ചേട്ടൻ ഈ കുഞ്ഞിനെ വളർത്തുന്നു. ഈ ചേട്ടന്റെ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ വളർത്തുന്നു. ആ കുഞ്ഞിന് 8 വയസ്സ് വരെ ആ കുഞ്ഞിനെ വളർത്തി. ഈ ചേട്ടൻ ഈ ഇടയ്ക്ക് അത് അറിയാനിടയായത് ഈ പെണ്ണിന് അവിടെ ഒരു ഗൾഫില് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഈ ചേട്ടൻ അറിയാനിടയായി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ പെണ്ണ് കൊച്ചിന്റെ കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കോടതി എന്ത് തീരുമാനിച്ച്, പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് ഈ ചേട്ടൻ 8 വർഷം പൊന്നിനെ പോലെ കൊണ്ട് നടന്ന് വളർത്തിയ ആ കുഞ്ഞിനെ തള്ളക്ക്, അതായത് അവക്ക് കൈമാറി. അങ്ങനെ വന്നപ്പോ ഈ ചേട്ടനിട്ട് 2 നഷ്ടങ്ങളാണ് വന്നത്. ഒന്ന്, താൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച പെണ്ണ് വഞ്ചിച്ചു. 2, 8 വർഷം നെഞ്ചോട് ചേർത്ത് വെച്ച് വളർത്തി കൊണ്ടുവന്ന കുഞ്ഞിനെ ആ ഭാര്യ അവള് കസ്റ്റഡിക്ക് കേസ് കൊടുത്ത് ആ കുഞ്ഞിനെ നേടിയെടുത്തു.
അപ്പൊ ആ ചേട്ടന്റെ ജീവിതത്തിലെ ഭാര്യ പോയി, വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞ്, പ്രതീക്ഷയായിട്ട് വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞും പോയി. ആ കുഞ്ഞിനായിട്ട് ആ ചേട്ടൻ ജീവിച്ചു. ആ ചേട്ടൻ അത്രയ്ക്ക് മാനസികമായിട്ട് സങ്കടമായപ്പം അവസാനം ജീവിക്കണ്ടെന്ന് തോന്നി ആ ജീവിതം അവിടെ അങ്ങ് അവസാനിപ്പിച്ചു. എങ്കിൽ ആ ചേട്ടൻ ഒന്നും ചിന്തിച്ചില്ല. ഈ ചേട്ടൻ 38 വയസ്സ് എന്തുവാ, ഈ ഇത്രയും പ്രായം വരെ വളർത്തിക്കൊണ്ടുവന്ന അച്ഛനും അമ്മയും പ്രായമായ അവർക്കിനി ആര്, അല്ലെ? അപ്പൊ ആ ചേട്ടന് 8 വർഷം വളർത്തിക്കൊണ്ട് പോയ കുഞ്ഞ് തന്നിൽ നിന്ന് അകന്നു പോയപ്പോഴത്തേക്ക് ആ വേദന സഹിക്കാൻ വയ്യ. അപ്പൊ തന്നെ ഇത്രയും നാള് വളർത്തിക്കൊണ്ട് വന്ന അച്ഛനും അമ്മയ്ക്കും ഇനി ആരാ, അവരുടെ വേദന ഇനി ആരോട് പറയും? അപ്പൊ ഞാൻ ആലോചിക്കുന്ന, ഇത്രയും സ്നേഹിക്കുന്ന ചെറുക്കന്മാരുണ്ടോന്ന് ഞാൻ ആലോചിക്കുന്നു. ഭയങ്കര ഇമോഷണലായി പോയി ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ കണ്ടന്റിൻ്റെ പിന്നാലെ പോയപ്പോൾ. ആക്ച്വലി ഈ ഭാര്യ എന്ന് പറഞ്ഞ സ്ത്രീ അവിടെ പോയി വേറൊരു റിലേഷൻ ഉണ്ടാക്കി, അതിലെ ആ റിലേഷൻ ഉണ്ടായിരുന്ന ചങ്ങാതി ഈ രഞ്ജിഷിൻ്റെ ഫോണിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ അമ്മയുടെ ഫോണിലേക്ക്, അതാണ് പറയപ്പെടുന്നത്, കുറച്ച് ഫോട്ടോ വീഡിയോ ഒരു വോയിസ് നോട്ടൊക്കെ അയച്ചു. അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റിലാണ് ഈ മനുഷ്യൻ പറ്റ തകർന്നു പോയത്. അതിനുശേഷമാണ് ഈ 3 മാസം കഴിഞ്ഞ് വന്ന് കുട്ടിയെ കൊണ്ടുപോക്കും ബന്ധമൊഴിയൽ പരിപാടിയൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഒരാളെ അയാളുടെ ഏറ്റവും എൻഡിലേക്ക് തള്ളി വിടുന്നത് നിയമപരമായിട്ട് തെറ്റാണ്. അത് കൃത്യമായി അന്വേഷിച്ച് ഹൂവർ, ഇപ്പോൾ ഈ വ്യക്തിയോ അല്ലെങ്കിൽ ഈ ലേഡിയോ, ഭാര്യ എന്ന് പറയപ്പെടുന്ന ഈ ഒരു സ്ത്രീയും അവർക്ക് ബന്ധത്തിലുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരാളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരാൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം, നിയമം അത് ചെയ്യട്ടെ. എന്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞിടത്ത് തന്നെ തുടങ്ങാം. രഞ്ജിഷിൻ്റെ ജീവിതം ഇതായിരുന്നു, അതങ്ങനെ അവസാനിച്ചു. ഇങ്ങനെ അവസാനിച്ചു പോകുന്ന ഒരുപാട് ആണുങ്ങൾ ഈ നാട്ടിലുണ്ട്. എപ്പോഴും സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ അമ്മ, ഗർഭം, 10 മാസം ചുവന്ന കണക്ക് വേണം, പറയണം, ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര കാര്യമാണ്, അത് ഭയങ്കരമാണ്. ഓക്കെ, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക, ആണുങ്ങളും ഗർഭം ധരിക്കുന്നില്ലേ? ശരിക്കും 10 മാസം കൊണ്ടൊരു അമ്മ ഗർഭം പ്രസവിച്ച് കുട്ടി പുറത്ത് വരുമ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക എക്സ്ട്രീം സ്ട്രഗിളും ആ മാതൃത്വത്തിൻ്റെ വാല്യൂ ഒക്കെ പറയുന്ന സൊസൈറ്റി തിരിച്ചറിയേണ്ടത്, ഒരു ആണിനും ഗർഭമുണ്ട്. ആണിൻ്റെ ഗർഭം മരണം വരെ. ഞാൻ അങ്ങനെ എപ്പോഴും പറയല്, ഒരാണ് ഗർഭം ധരിക്കുക, കല്യാണം കഴിച്ച അന്ന് മുതൽ അയാൾ ഗർഭം ധരിക്കും. കാരണം എന്താ പറയുക, അത് ആ കുടുംബമാണ് അയാളുടെ ഗർഭം എന്ന് പറയുന്നത്. ഇതിങ്ങനെ കൊണ്ടുപോകണം, മരണം വരെ കൊണ്ടുപോകണം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ചിട്ട്? ഒരു 20 വയസ്സ് 25 വയസ്സിലൊക്കെ ഉള്ളവർക്ക് മേ ബി ഞാൻ പറയുന്നത് ഇപ്പോൾ എന്താ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നത് ചിന്തിക്കും. ഞാനും 20-25 അങ്ങനെ ചിന്തിച്ചതാണ്. പക്ഷെ ഒരു 30 കഴിഞ്ഞൊക്കെ അങ്ങനെ ഒന്ന് ലൈഫ് സെറ്റിലായി തുടങ്ങുമ്പോണ്ടല്ലോ പ്രഷർ വരും. 20-25 തന്നെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇത് പൈസ ഉണ്ടാക്കേണ്ട പ്രഷറോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രഷറല്ല, അതൊക്കെ ഉപരി എല്ലാത്തിനും നമ്മൾ മുന്നിൽ തന്നെ പോയി നിൽക്കും. ആണുങ്ങൾ ഫാമിലിക്ക് വേണ്ടി പോയി നിൽക്കും, ഫ്രണ്ട്സിന് വേണ്ടി പോയി നിൽക്കും, മനസ്സിലായി, നമ്മൾ തന്നെ മുന്നിൽ പോയി നിൽക്കും. പക്ഷേ നമ്മളെ മെൻ്റൽ സ്ട്രെങ്ത്ത്, ഫിസിക്കൽ സ്ട്രെങ്ത്ത് ഒന്നും നോക്കില്ല. ആ ടൈമിലൊക്കെ പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആൾക്കാർ കേട്ടോ. എൻ്റെ അച്ഛൻ്റെയൊക്കെ അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അച്ഛനോടൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ചിന്തിക്കുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ദേഷ്യം വരാറുണ്ട്. എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇപ്പം എല്ലാം ഓക്കെയാണ്. ബട്ട് സ്റ്റിൽ എന്താ പറയുക, ഒരു ആണിൻ്റെ സ്ട്രഗിൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ഒരു 10-25 വയസ്സിൻ്റെ കാലഘട്ടത്തിലൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ 30 കഴിഞ്ഞ് ഇപ്പുറം വന്നിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാതെ നമ്മളെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ തന്നെ കൂട്ടി വയ്ക്കും. ആണുങ്ങളെ വിഷയം അവിടെ കിടക്കുന്നത്. അതായത് ഒരു രീതിയിലും നമുക്ക് പ്രഷർ തോന്നി നമ്മൾ കരയില്ല. നമ്മൾ ഒരാളോടോ 2 ആളോടൊക്കെ ഷെയർ ചെയ്യുമായിരിക്കണം, പക്ഷെ ആ ഷെയർ ചെയ്യുന്നവർ നമ്മൾ ചൂസ് ചെയ്യില്ല കറക്റ്റ് ആരെടുത്ത് ഷെയർ ചെയ്യണം എന്നുള്ളത്. ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് ബാധ്യതയായിട്ട് ഒരിക്കലും തോന്നില്ല ആണുങ്ങൾക്ക്. നമുക്കത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് തോന്നുക. പക്ഷെ ആ റെസ്പോൺസിബിലിറ്റി കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ വെൽബീയിങ് നമ്മൾ നോക്കണം. അത് നമ്മൾ നോക്കില്ല, രാപ്പകലില്ല നമ്മൾ കൂടും, അല്ലേ? നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി, ഒരു 10-30 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ആണുങ്ങളുടെ ഒരു അപ്പിയറൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. കഷണ്ടിയാവും, പെട്ടെന്ന് നേരെ വരും, ഭയങ്കരമായിട്ട് വയറ് ചാടും, നിറം കുറയും, മനസ്സിലായോ?
അത് നിറം കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ കളറല്ല, ഈ മറ്റേ ടാൻ അടിച്ച് പോണ പരിപാടിയാണ്. സ്ട്രഗ്ലിംഗ് ആണ്. ഇനിയിപ്പോൾ അല്ല ഒരു ഓഫീസ് ജോലിയുള്ള ഒരുത്തരാണെങ്കിൽ പോലും ഫിസിക്കലി കാണുകൂടെ 30 കഴിഞ്ഞ ഒരാണിന് ശരിക്ക് ഫാമിലി ഭാരം എടുത്തു വെച്ച ഒരാളെ നമുക്ക് പെട്ടെന്ന് അയാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അയാളെ കണ്ണിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പല ആളുകളും എനിക്കറിയാം കാണുമ്പോൾ ചിരിക്കും, തമ്മിൽ ഇതേ അവസ്ഥ തന്നെ നടക്കും, അത് ചിരിച്ചിട്ട് പോവും. പിന്നെ എന്താ പറയുക, ഈ ടെൻഷൻ കുറയ്ക്കാൻ പലരും പോയിട്ട് സ്മോക്കിങ്ങിന് അഡിക്റ്റ് ആവും, ലിക്കറിന് അഡിക്റ്റ് ആവും, അങ്ങനെയൊക്കെ ആവും. പിന്നെ കുടുംബ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാണ് എത്ര ആളായിട്ട് ഡീൽ ചെയ്യണം. ഭാര്യമാർക്ക് ഭർത്താവിനെ ഡീൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലെ അമ്മായിമ്മേനെ ഡീൽ ചെയ്താൽ മതി. മക്കളെ പിന്നെ ഡീൽ ചെയ്യേണ്ട, ദാറ്റ്സ് റെസ്പോൺസിബിലിറ്റി. പക്ഷെ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യേനെ ഡീൽ ചെയ്യണം, ഭാര്യ വീട്ടുകാരെ ഡീൽ ചെയ്യണം, സ്വന്തം വീട്ടുകാരെ ഡീൽ ചെയ്യണം. നിങ്ങൾ ആലോചിക്കൂ, ഒരാൾ എത്ര ക്യാരക്ടറിലൂടെ പോകണം. ഭാര്യേൻ്റെ മുന്നിൽ ഭർത്താവ് എന്നുള്ള ക്യാരക്ടർ, ഭാര്യ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റേ ഈഗോ അപ്പുറത്ത് സ്വന്തം അച്ഛനും അമ്മയ്ക്കും പൊട്ടിക്കാടും, അവരുടെ മുന്നിൽ മകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. അതിനപ്പുറം ഭാര്യ വീട്ടിൽ ചെല്ലുമ്പോൾ മരുമകൻ എന്നുള്ളൊരു ക്യാരക്ടർ, മക്കളെ മുന്നിൽ അച്ഛൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. പുറത്തിറങ്ങുന്ന സമയത്ത് ഫ്രണ്ട്സ്, സൊസൈറ്റി, വർക്ക് പ്ലേസ്. എൻ്റെ മോനെ ഈസി അല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ കുടുംബം എന്ന് പറഞ്ഞ ഗർഭമുണ്ടല്ലോ, ഇതങ്ങ് അറ്റം വരെ കൊണ്ടുപോകണം. ലൈഫിൽ അവസാനത്തെ ബ്രീത്ത് വരെ ഇത് പോകും. ഇപ്പോഴും ഒന്ന് ചുറ്റും കണ്ണോടിച്ചാൽ കാണാം, ഏതെങ്കിലുമൊക്കെ ATM മുന്നിലോ സ്വർണ്ണക്കടേൻ്റെ മുന്നിലൊക്കെ വൈക്കില്ല, എന്നാലും തലക്കെട്ടും കെട്ടി കയ്യിലൊരു സ്റ്റിക്കും പിടിച്ച് ഒരാൾ വന്നാൽ നീച്ചടിക്കാൻ പോലുള്ള ആരോഗ്യം ഉണ്ടാവില്ല, എന്നാലും പോയിരിക്കും. എന്തിന്? ഇതിന്ന് കിട്ടുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ മക്കൾക്കോ അല്ലെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് പോയി ആ വയസ്സിലും അധ്വാനിക്കും. എബ്രോഡ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛനടക്കമുള്ള ഒരുപാട് പേര്, അവരും ഈ പറഞ്ഞ പോലെ അധ്വാനിച്ചുകൊണ്ടേയിരിക്കും, പകലില്ല അത് അധ്വാനിക്കും. അപ്പോൾ റെസ്പെക്റ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്, ആണുങ്ങളെ ലൈഫിന് റെസ്പെക്റ്റ് വേണ്ട, കൺസിഡറേഷൻ കിട്ടിയാൽ മതി. ഏത് ഒരു ഇത്തിരി പരിഗണന, അതുമില്ല. എന്നാൽ നിയമപരമായിട്ട് എന്തെങ്കിലും എന്താ പറയുക ഒരു ആനുകൂല്യങ്ങളുണ്ടോ? അതുമില്ല. ആണാണ്, കഴിഞ്ഞു, തീർന്നു. ആണാണ്, അത് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ട. അവിടെയും ഒരു കൺസിഡറേഷൻ ഇല്ല. അങ്ങനെ ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ആണായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും പറയും, ഓ മാസ്കുലിൻ ആണ്, അങ്ങനെ ഇങ്ങനെ ചേമ്പും നണ്ടി പറയില്ല. താടി വെച്ചാലേ പോയി ഞാൻ പറയാം, താടി വെച്ചാൽ പിന്നെ കരയാൻ പോലും പറ്റില്ല. അയ്യോ, അങ്ങനെ ഒരു പ്രത്യേക തരം, അതായത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതാണ് ആണുങ്ങളെ പ്രശ്നം. ഒരാണിനും ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റില്ല അവൻ്റെ ജീവിതം എന്താണെന്നുള്ളത്. അതെങ്ങനെ പറയാൻ പറ്റും? ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പണ്ട് മുതലേ വീട്ടിൽ നിന്നുള്ള ഒരു പ്രഷർ, ഏത് ചുറ്റുമുള്ള എല്ലാവരും സ്ത്രീകളെ പണ്ട് മുതലേ വളർത്തിക്കൊണ്ടുവരുമ്പോൾ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ കല്യാണം കഴിപ്പിച്ച് വിടാം. ആണുങ്ങളോട് എന്താ പറയുക, അപ്പുറത്തെ വീട്ടിൽ നോക്ക്, ഇപ്പുറത്തെ വീട്ടിൽ നോക്ക്, ഓനെ നോക്ക്, ഇവനെ നോക്ക്. നമ്മൾ ആ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ വളർന്നു വരിക. പ്രഷർ കുക്കറിൽ പഠിക്കണം, അത് മറ്റോനേക്കാൾ കൂടുതൽ പഠിക്കണം. പഠിക്കാനല്ല, എനിക്ക് വേറെ എന്തിനെങ്കിലും താല്പര്യം വീട്ടിൽ പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പഠിച്ചു വരും. പഠിച്ചു വന്നതിന് ശേഷം എത്ര ആണുങ്ങളുണ്ട് പഠിച്ച അതേ ജോലിക്ക് പോകണേ, പഠിച്ച കാര്യത്തിൽ തന്നെ ഒരു ജോബ് കിട്ടുന്ന എത്ര പേരുണ്ട്? അതുമില്ല. അപ്പം പിന്നെന്തായി, വീടിന് നോക്കണം, ഉപ്പാക്കും ഉമ്മാക്കും പ്രായമായി, ഇല്ലെങ്കിൽ പെങ്ങന്മാരുണ്ട്, മറ്റ് അനിയന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് ഇറങ്ങിപ്പോകണം. മൂത്ത കുട്ടിയൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒന്നാമത്തെ സീന് ഞാൻ ഇൻ്റെതൊന്ന് ഡിഫൈൻ ചെയ്യാൻ നോക്കട്ടെ. ആദ്യം ഈ പറഞ്ഞ പ്രഷർ, ഇത് ഡോക്ടറാവണം, എൻജിനീയർ ആവണം, അങ്ങനത്തെ ഒരു പ്രഷർ. ആ പ്രഷറിൻ്റെ ഇടയിൽ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ലൈഫ് ലോസ്റ്റ്. ബിക്കോസ് എനിക്ക് പഠിച്ചതൊന്നും പണിയാക്കി കൊണ്ടുവരാൻ ഒരു താല്പര്യമില്ല. എൻ്റെ ലൈഫിൽ എയിം മൊത്തം ക്രിക്കറ്റ്. ഇന്നാ ഇത് പറഞ്ഞാൽ മനസ്സിലാവണ ഏതെങ്കിലും എൻ്റെ ചുറ്റുവട്ടത്തുള്ളവരുണ്ടോ? ഏട്ടന്മാർ കുറച്ച് പേരുണ്ട് എന്നല്ലാതെ വേറെ ഒരാൾക്കും ഇത് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റുന്നില്ല. ഞാനങ്ങനെ പോയി, എൻ്റെ ജീവിതം അങ്ങനെ പോയി. 10, 20, 25, 26 വയസ്സൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ആലോചിച്ച്,
എവിടുന്നൊക്കെയോ തട്ടുമുട്ട് കുറച്ച് ബിസിനസ് അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ടും ക്രിക്കറ്റ് കളിച്ചിട്ടും അവനാന് ജീവിച്ചു പോകാനുള്ള, അതായത് വീട്ടിൽ നിന്ന് പൈസ ഉപയോഗിക്കണ്ട എന്നുള്ളത് അതിൻ്റെ മുന്നൊക്കെ ചോദിച്ചിരുന്നിട്ടാ ഒരു നിലയിലൊക്കെ ഇങ്ങനെ അങ്ങനെയാണ് പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ചാണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രേമം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും ഈ ജോലി. ഇതാണ് ഏറ്റവും വലിയ അവസ്ഥ. ജോലിയില്ല, കൂലിയില്ല. ഇനിയിപ്പോൾ ഒരു ജോലി കിട്ടിയാൽ തന്നെ നാട്ടുകാർ അനക്ക് ഈ പണിയെ കിട്ടിയേ ഈ ചോദ്യം. ഇതിങ്ങനെ സ്ട്രെസ്സ് ഞാൻ അങ്ങനെ അട്ടത്ത് നോക്കി. ഞാൻ സത്യം പറയാം, ഞാൻ ഉണ്ടായത് എത്ര പേര് എക്സ്പീരിയൻസ് ചെയ്തു എനിക്കറിയില്ല. ഞാൻ അങ്ങനെ നോക്കി കിടന്ന് ഫാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ ഞാൻ ആലോചിക്കും, ഇതിപ്പോൾ ഒരു ടൈം മെഷീൻ ആയിരുന്നെങ്കിൽ ഒരു 10 വർഷം മുന്നേ പോയിട്ട് ഞാൻ എന്താവും എന്നുള്ളതൊന്ന് അറിഞ്ഞു വന്നാൽ എനിക്കിപ്പോൾ സമാധാനമായിട്ട് ഉറങ്ങാമല്ലോ. കാരണം ഇപ്പോൾ പണിയും തോരമില്ല. ഏത് ആലോചിക്കണം, ഒരു 10 കൊല്ലം മുന്നേ ഞാൻ സത്യത്തിൽ ആലോചിച്ച കാര്യമാണ്. ഫാൻ ഇങ്ങനെ നോക്കി കിടന്നിട്ട് പണ്ടറങ്ങാൻ ഒരു ടൈം മെഷീനായിട്ട് തിരിഞ്ഞ് വന്നിരുന്നെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ എന്താവും എന്നുള്ളതൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ സമാധാനമായിട്ട് ഉറങ്ങാം. കാരണം അപ്പോൾ ഒന്നും ആയിട്ടില്ല, അന്തം വിട്ട് കിടക്കണ്. കുടുംബക്കാരുടെ പോയാൽ നോട്ട് തിരികെ കയ്യിൽ വെച്ച് തരും. എന്നാട്ടോ ഒരു 500 എന്തെങ്കിലും മേടിച്ചോ, അതിനും വലിയ നാണക്കേട്. അങ്ങനെ നാണവും മാനവും കെട്ടി ജീവിച്ച് പണ്ടറിഞ്ഞ് ഇതിനിടയിൽ അങ്ങനെ പുറത്തേക്ക് കയറിപ്പോകാന്ന് വിചാരിച്ചാൽ പുറത്തേക്ക് കയറിപ്പോയ ഫ്രണ്ട്സ്, അതായത് എബ്രോഡ് പോയ ഫ്രണ്ട്സ്, അതിലും വലിയ ഡാർക്ക്. മോനെ വരണ്ട, ഇങ്ങോട്ട് കയറി വരണ്ട, അറബീൻ്റെയും ഇവിടെ ഉള്ള ബാക്കി മലയാളികളുടെയും ആട്ടും തുപ്പും കിട്ടി ചാവും, കൊടൂര ചൂടും നശിച്ച ജീവിതവും എന്ന് പറഞ്ഞിട്ട് അവരെ വക വേറെ ഡീപ്പ് മോട്ടിവേഷൻ. അങ്ങനെ ഊമ്പിത്തെറ്റി ലാസ്റ്റ് ഞാൻ എവിടെ അറിയാം എൻ്റെ ലൈഫ് ഡിഫൈൻ ചെയ്യണേ? കൊറോണ കാരണം കഴിച്ചിലായി. ടിക്ടോക്കിൽ കുറച്ച് വീഡിയോ ഇട്ട് തുടങ്ങി. പിന്നെ മെല്ലെ അപ്പോഴും സ്ട്രഗിളാണേ. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട് തുടങ്ങി. അപ്പോഴും വിഷയം. എന്തടാ ആണൊരുത്തനല്ലേ, കിളയ്ക്കാൻ പോയിക്കൂടെ, മറ്റേ പണിക്ക് പോയിക്കൂടെ, അതിന് പോയിക്കൂടെ, ഇതിന് പോയിക്കൂടെ, ഇത് പഠിച്ചതല്ലേ, ഇത് 100,000 ചോദ്യങ്ങൾ വേറെ, അത് വേറെ. എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത പ്രഷർ, കല്യാണം കഴിക്കണ്ടേ. കല്യാണം പെൺകുട്ടികളോട് മാത്രമല്ലേ, ആണുങ്ങളോട് ഏറ്റവും കൂടുതൽ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ വീട് വയ്ക്കുന്നില്ലേ, കുട്ടിയാവുന്നില്ലേ, വണ്ടി വാങ്ങുന്നില്ലേ, ഇത് വേറെ സാധനം. ഭാര്യ ജോലിക്ക് പോകുന്ന ഓരോ വിഷയമായിരുന്നു. മനസ്സിലായോ? ഭാര്യ ജോലിക്ക് എന്തിനാ എൻ്റെ ഭാര്യ ജോലിക്ക് പോണേ? ഭാര്യമാര് മനസ്സിലായില്ല. ആണ് കേൾക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടും അവസാനം കൊറോണ കാരണം സോഷ്യൽ മീഡിയ സെറ്റായി. അതുകൊണ്ട് എൻ്റെ ജീവിതം കഴിച്ചിലായി. ഉള്ള കാര്യം പറയാമല്ലോ, അവിടെ കഴിച്ചിലായി. അങ്ങനെയൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ ഒരു പിടിവള്ളി കിട്ടിയിട്ടാണ് ജീവിതം കഴിച്ചിലായി പോണത്. ഇനി പഠിച്ച ജോലി തന്നെ കിട്ടി നമ്മൾ സക്സസ് ആണെന്ന് വിചാരിക്കുന്ന ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, പഠിച്ച തന്നെ ജോലി ചെയ്യുന്നവർ 100% ഞാൻ പറയാം, അവർക്കൊക്കെ പേഴ്സണൽ ലൈഫിൽ ഒരു സാറ്റിസ്ഫൈഡ് ഫീലിംഗ് ഉണ്ടാവില്ല. കാരണം എന്താ പറയുക, പ്രഷർ കാരണം സക്സസ് ആയി എന്ന് കാണിക്കാനുള്ള ഓട്ടത്തിലായിരിക്കും. ഒരു ദിവസം ഒരു ബാറ്റോ കാലിലൊരു ബോളോ കൊടുത്തിട്ടോ അല്ലെങ്കിൽ വണ്ടി കൊടുത്തിട്ടോ ഡ്രൈവ് പോകാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വേണ്ട കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ കിടക്ക് ഉറങ്ങും കിടന്നിട്ട്. സത്യം പറയാലോ, സ്കൂള് കഴിഞ്ഞാൽ പിന്നെ ഒരാണ് മര്യാദയ്ക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങില്ലടാ. സീരിയസ് ആയിട്ട് ഒന്നില്ലെങ്കിൽ പ്രേമം കാരണം, അല്ലെങ്കിൽ ജോലി കിട്ടുമോ എന്നുള്ള പ്രഷർ കാരണം, പഠിപ്പിൻ്റെ പ്രഷർ, നാട്ടുകാരെ പ്രഷർ, വീട്ടുകാരെ പ്രഷർ, എല്ലാം കൂടിയും കാരണം ഉണ്ടല്ലോ, ഉറക്കമുണ്ടാവില്ല. പിന്നെ ചത്ത് കിടക്കുമ്പോഴാവും ചിലപ്പോൾ ഉറങ്ങുന്നത് സമാധാനമായിട്ട്, അല്ലാതെ ഉറക്കമുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ആണിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവസ്ഥ. ഇത്രയും സ്ട്രഗിൾ, ഇതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു സത്യം പറയും. എന്നിട്ട് ഇതിനിടയിൽ എൻ്റെ പൊന്നി എവിടുന്നൊക്കെ കുത്ത് കിട്ടും, അത് വേറെ കാര്യം. അങ്ങനെ പോവും ഒരാണിൻ്റെ ജീവിതം. ഈ ആണിൻ്റെ ജീവിതത്തിനിടയിൽ ഇപ്പം ഈ ഒരു മനുഷ്യൻ്റെ ജീവിതവും പോയി. രഞ്ജിഷിൻ്റെ ഇങ്ങനത്തെ എത്ര രഞ്ജിഷുമാർ. ഇത് വേറൊരു സീൻ. കല്യാണം കഴിഞ്ഞ് കുടുംബവും നോക്കി മക്കളുമായി ഭാര്യയായിട്ട് പോകുമ്പോഴായിരിക്കും ഇതേപോലുള്ള ചില ഭാര്യമാരുടെ പരിപാടികൾ. എനിക്ക് രഞ്ജിഷിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ തുടങ്ങിയതാണ്. പക്ഷെ എന്താ പറയുക, ആണുങ്ങളുടെ ഒരു അവസ്ഥ പറയണം എന്നുള്ളത് എനിക്കുണ്ടായിരുന്നു. കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നു. പറഞ്ഞേ പറ്റൂ. ഭയങ്കര സീനാണ്, ഞാൻ പറഞ്ഞല്ലോ. ശരി.